ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രഖ്യാപനം ഇന്നോ നാളെയോ ഉണ്ടാകും. 5 ഇടങ്ങളിലാണ് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനുള്ളത്. വിനീത വിജി ഈ വാർത്തയുടെ വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് ചേരുകയാണ്. വിനീത, ഗുഡ് മോർണിംഗ്. ശരിക്കും ഇന്ന് ഞായറാഴ്ചയാണ്. ഇന്ന് അതിനുള്ളൊരു സാധ്യത വിരളമാണെങ്കിൽ പോലും നാളെ എന്തായാലും പ്രഖ്യാപനം ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ടല്ലോ, പറയൂ. വെരി ഗുഡ് മോർണിംഗ് എസ് കെ. തീർച്ചയായും എസ് കെ, ഇന്നോ നാളെയോ പ്രഖ്യാപനം ഉണ്ടാകുമെന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത്. ഏറ്റവും പ്രധാനം, നേരത്തെ ദിലീപ് കുമാർ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്നാണ് ബംഗാൾ SIRൽ അപ്പീൽ സമർപ്പിക്കാനുള്ള അവസാന സമയം ഇന്നാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ നാളെ പ്രഖ്യാപനം ഉണ്ടാകാനുള്ള ഒരു സാധ്യത തന്നെയാണ് നിലവിൽ ഏറെയും ഉള്ളത്. കേരളം ഉൾപ്പെടെയുള്ള 5 സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് തീയതി ഉടൻ പ്രഖ്യാപിച്ചേക്കും. അതിനുള്ള എല്ലാ മുന്നൊരുക്കങ്ങളും നേരത്തെ തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പൂർത്തിയാക്കിയിട്ടുണ്ടായിരുന്നു. ഈ തെരഞ്ഞെടുപ്പ് അടുത്ത സംസ്ഥാനങ്ങളിലൊക്കെ നേരിട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എത്തുകയും അവിടുത്തെ സ്ഥിതിഗതികളൊക്കെ തന്നെ അവലോകനം ചെയ്യുകയും ഈ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള മുന്നൊരുക്കങ്ങൾ അത് ഏത് രീതിയിൽ ആവണമെന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ വളരെ കൃത്യമായി അദ്ദേഹം നിർദ്ദേശിക്കുകയും ഒക്കെ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം അദ്ദേഹം തിരികെ ഡൽഹിയിലേക്ക് എത്തിയിട്ടുണ്ട്. ഒരുപക്ഷെ ഇന്നോ നാളെയോ ഈ തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിക്കുമെന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അതിലേറെയും സാധ്യത നാളെ തന്നെയാണ്. കേരളത്തിന് പുറമെ തമിഴ്നാട്, പുതുച്ചേരി, ബംഗാൾ, അസം എന്നീ സംസ്ഥാനങ്ങളിലാണ് തെരഞ്ഞെടുപ്പ്. കേരളം, പുതുച്ചേരി, തമിഴ്നാട് എന്നിവിടങ്ങളിൽ ഒറ്റത്തവണയായി വോട്ടെടുപ്പ് നടത്താനാണ് സാധ്യത. അത് ഈ വിഷു, വേനൽ എന്നിവ പരിഗണിച്ച് കേരളത്തിൽ ഏപ്രിൽ 15-നും 30-നും ഇടയിൽ വോട്ടെടുപ്പ് നടന്നേക്കുമെന്നാണ് നിലവിൽ നമുക്ക് അറിയാൻ കഴിയുന്നത്. കഴിഞ്ഞ തവണ 8 ഘട്ടങ്ങളിലായി വോട്ടെടുപ്പ് നടന്ന ബംഗാളിൽ ഇത്തവണ 5 ഘട്ടങ്ങളിലായി വോട്ടെടുപ്പ് പരിമിതപ്പെടുത്താനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ അസമിൽ 3 ഘട്ടമായി തെരഞ്ഞെടുപ്പ് നടത്താനാണ് ആലോചിച്ചിരിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.